ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പൈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആലു റൊട്ടി, അതായത് പൊട്ടറ്റോ മസാല സ്റ്റഫ് ചെയ്തിരിക്കുന്ന ചപ്പാത്തി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം പൊട്ടറ്റോ മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിനെ ഒരു പകുതി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടിക്കും വരെ വേവിക്കണം. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ആക്കി വെക്കാൻ മറക്കരുത്. ഈ സമയം കണ്ട് മസാലയ്ക്കുള്ള 2 ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞെടുത്ത് വെക്കാം. നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുത്ത് വെക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല. അല്പം കൂടി റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊരൽപ്പം തണുത്ത് കഴിഞ്ഞാൽ തൊലി കളഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് അല്പം ഒന്ന് ഉടച്ച് വെക്കണം, മസാലയിലിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം ഉടച്ചെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ഉടച്ചെടുത്താലും മതിയാകും. ഇനി ഒരു ഫ്രൈ പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. ഉള്ളി പൊടിയായി അരിഞ്ഞതും പച്ചമുളകും പിന്നെ ഇതൊരൽപ്പം കറിവേപ്പില പൊടിയായി അരിഞ്ഞ് വെച്ചത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഉള്ളി അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പിലിട്ട് പുഴുങ്ങിയതല്ലെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഉരുളക്കിഴങ്ങ് മസാല തണുത്ത് കഴിയുമ്പോൾ ഒരു ബോക്സിലാക്കി നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കണം. ഇനി ഇതുകൊണ്ട് ആലു റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ നല്ലോണം കുഴച്ച ചപ്പാത്തി മാവ് ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കരുത്, നമ്മുടെ സ്റ്റഫിംഗ് എല്ലാം പുറത്ത് ചാടിപ്പോക്കും. ഇനി ആവശ്യത്തിനുള്ള സ്റ്റഫിംഗ് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ മുകളിലേക്കാക്കി നമുക്ക് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. ബാക്കി വരുന്ന മാവ് മുറിച്ചെടുത്ത് മാറ്റാം. ശേഷം നല്ലോണം ഒന്നുകൂടെ ഉരുട്ടി ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. നമ്മൾ സ്റ്റഫ്ഡ് ചപ്പാത്തി ബോൾസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട്, എന്നാൽ ഇതിനകത്തിലെ സ്റ്റഫിംഗ് ഒന്നും പുറത്ത് പോകാത്ത വിധം ഭംഗിയായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പം നമ്മൾ പരത്തി വെച്ച ആലു റൊട്ടി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പം നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അല്പം എണ്ണ തൂത്ത് കൊടുക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള ആലു റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റൊട്ടി കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂപ്പർ കോമ്പിനേഷനാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിവ്യൂസ് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്